സിനോജ് തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സിനോജ്, വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് DYFIയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രതിരോധിക്കുകയാണ് KSUവും കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസും ഒക്കെ. മറുവശത്ത് അങ്ങനെ ഒരു അക്രമ സംഭവം ഉണ്ടായിട്ടില്ല, വെറും അഭിനയമാണ് എന്നതടക്കമുള്ള ന്യായം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രതിരോധവും നടക്കുന്നത്. ഈ വൈകുന്നേരത്തോട് അടുക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങളും പ്രതിരോധവും നേർക്കുനേരുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമോ? മധു, അതായത് ഈ നിമിഷം വരെ മന്ത്രി ആക്രമിക്കപ്പെട്ടു, KSU പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടു എന്ന കാര്യം KSUO അല്ലെങ്കിൽ കോൺഗ്രസോ അംഗീകരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവും KPC അധ്യക്ഷനും KSUവിന്റെ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തുവിടൂ, അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും KSU നേതൃത്വം നിലനിൽക്കുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രിയും സ്പീക്കർ AN ഷംസീറും ഒപ്പം തന്നെ CPM നേതാക്കളൊക്കെ തന്നെ ഉറപ്പിച്ചു പറയുന്നു ആരോഗ്യമന്ത്രി ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. KSU നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിൽ മന്ത്രിയുടെ കഴുത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ആശുപത്രിയിൽ ICUവിൽ മന്ത്രി കഴിയുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് മന്ത്രിയെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതായത് 5ഓളം KSU പ്രവർത്തകരാണ് ഈ സമരം നടത്തിയത്. ആ സമരത്തിൽ പങ്കെടുത്ത KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 പ്രവർത്തകരെയും ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. ഈ പ്രവർത്തകർ പല ഭാഗത്തു നിന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്നത്. ഇന്ന് ജില്ലയിൽ മന്ത്രി പോയ വഴിക്കൊക്കെ തന്നെ പല രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. 3:30 വന്ദേ ഭാരതിൽ മടങ്ങാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഘട്ടത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയ ഘട്ടത്തിലാണ് പല സ്ഥലത്തും പ്രതിഷേധ മാർച്ചിനിടയിലും കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് DYFI നേതാക്കൾ പറയുന്നത്. VD സതീശൻ നോക്കിയാലും തടയാൻ കഴിയില്ല എന്നും വെല്ലുവിളി. അർജുൻ, മധു, തീർച്ചയായിട്ടും DYFIയുടെ ജില്ലാ നേതാവായിട്ടുള്ള മുഹമ്മദ് അഫ്സലാണ് ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി പ്രസംഗം കണ്ണൂരിൽ നടത്തിയിരിക്കുന്നത്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് മുഹമ്മദ് അഫ്സൽ വെല്ലുവിളിച്ചിരിക്കുന്നത്. VD സതീശൻ വിചാരിച്ചു കഴിഞ്ഞാലും അത് തടയാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം കൂടി മുഹമ്മദ് അഫ്സൽ ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ DYFI കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും KSUവിനെ തെരുവിൽ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ DYFIയുടെ കണ്ണൂർ ജില്ലാ നേതാവായിട്ടുള്ള ജില്ലാ പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് അഫ്സൽ കണ്ണൂരിൽ നടന്നിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർത്തിയിരിക്കുന്നത്. VD സതീശൻ വിചാരിച്ചു കഴിഞ്ഞാലും DYFIയെ തടയാൻ വേണ്ടി കഴിയില്ല. എത്ര സുരക്ഷാ വേലി കെട്ടിക്കഴിഞ്ഞാലും ആ വേലിക്കെട്ടുകളെല്ലാം ഭേദിച്ചുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യാൻ ഇത്തരത്തിലാണ് പ്രതിഷേധങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാൻ DYFI തുനിയും എന്നുള്ള ഒരു വെല്ലുവിളി പ്രസംഗം തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് അഫ്സൽ കണ്ണൂരിൽ നടത്തിയിരിക്കുന്നത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജും കേന്ദ്ര കമ്മിറ്റി അംഗം M വിജിൻ MLAയും ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതാണ്. ഇത് ക്രിമിനലിസമാണ് എന്നുള്ള കാര്യവും ഇവിടെ നടന്നിരിക്കുന്നത് തെമ്മാടിത്തമാണ് എന്നുള്ള രൂക്ഷമായ ഭാഷയിലാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് നേരത്തെ ആശുപത്രിയിൽ വെച്ച് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DYFIയുടെ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ ഇപ്പോൾ ഒരു ആക്രമണത്തിൽ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കം 5 പേരാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. വലിയ പ്രതിഷേധം തന്നെ DYFIയുടെ ഭാഗത്തുനിന്നും SFIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. DYFI കണ്ണൂർ ജില്ലാ നേതൃത്വം നൽകിയ മാർച്ചിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുമെന്ന് വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത്. VD സതീശൻ വിചാരിച്ചാലും തടയാൻ കഴിയില്ല എന്നുള്ളതാണ് വെല്ലുവിളി.